റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉടലെടുക്കാറുണ്ട്. അതിന് എത്ര തീർത്തു കൊടുത്താലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണ് മൗലിദ്? മൗലിദ് ആരാണ് ആദ്യമായി ഓതിയത്? മൗലിദിന് ഇസ്ലാമിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നബിതങ്ങളുടെ കാലത്ത് മൗലിദുണ്ടോ? സ്വഹാബിമാരുടെ കാലത്തുണ്ടോ? മുൻകാല പ്രവാചകന്മാരുടെ കാലത്തുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയത്തിലുള്ള മറുപടി ഇതാ കേൾക്കാം. കൂടാതെ ഒരു മനുഷ്യൻ മൗലിദ് വീട്ടിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന 8 വമ്പൻ പ്രതിഫലങ്ങളും നമുക്ക് കേൾക്കുന്നതോടൊപ്പം തന്നെ സഹോദരിമാർ മൗലിദ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ, നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പലരും പല രൂപത്തിലാണ് ഈ മാസത്തെ അഭിസംബോധന ചെയ്യുക. ഒന്ന്, ചില ആളുകൾ പറയും ഇത് മീലാദ് മാസമാണ്, റബീഉൽ അവ്വൽ മാസമാണ്, മൗലിദിൻ്റെ മാസമാണ്, അതുപോലെ തന്നെ നബിദിന മാസം. ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ ഈ മാസത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ റബീഉൽ അവ്വൽ 1 മുതൽ ചിലപ്പോൾ 30 വരെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന്, ഈ 3 തരത്തിലായിരിക്കും ജനങ്ങൾ മൗലിദ് പാരായണം ചെയ്യുക. ചില സ്ഥലങ്ങളിൽ മൗലിദ് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നിത്യമായി മൗലിദ് പാരായണം ചെയ്യുന്ന ഒരുപാട് സദസ്സുകളുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, വീടുകളിൽ ഉമ്മമാർ ചെയ്യാറുണ്ട്. ഭൂരിഭാഗം പള്ളികളിലും വീടുകളിലും റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ മൗലിദ് പാരായണം ഉണ്ടാകും. ചില ആളുകൾ റബീഉൽ അവ്വൽ 12-ന് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം, എന്താണ് മൗലിദ്? എന്താണ് മൗലിദ്? ആ മൗലിദ് ഓതിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ പറയട്ടെ, എന്താണ് ഈ മൗലിദ്? മൗലിദ് എന്ന് പറയാറുണ്ട്, മൗലൂദ് എന്ന് പറയാറുണ്ട്. നമ്മൾ പറയേണ്ടത് മൗലിദ് എന്നാണ്. പക്ഷെ സാധാരണ എല്ലാവരും പറഞ്ഞ് മൗലൂദ് 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 എന്ന് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മൗലൂദ് എന്നൊക്കെ പറഞ്ഞാൽ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ ജനിച്ച ആൾ, പ്രസവിക്കപ്പെട്ട ആൾ, ജനിക്കപ്പെട്ട സമയം, സ്ഥലം, അതിനെയൊക്കെ അറിയിക്കുന്നതാണ് മൗലൂദ് എന്ന പദങ്ങൾ. നമ്മൾ സാധാരണ മൗലിദ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മങ്കൂസ് മൗലിദാണ്. മലയാളിയായ കേരളക്കാരനായ നമ്മുടെ അടുത്ത പ്രദേശമാകുന്ന പൊന്നാനിയിൽ, അവിടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തൃക്കരങ്ങളാൽ രചിച്ച ഒരു പദ്യഗദ്യ സമാഹാരം, അതാണ് മങ്കൂസ് മൗലിദ് ഉണ്ട്. അതുപോലെ ഷറഫുൽ മൗലിദ് ഉണ്ട്. അപ്പോൾ അതായത് ഈ ഒരു മങ്കൂസ് മൗലിദ്, ഷറഫുൽ മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നബിതങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞ ആയത്തുകൾ, അതുപോലെ ഹദീസുകളുടെ ചില ശേഖരണങ്ങൾ, നബിതങ്ങളുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്ന ചില ചരിത്രങ്ങൾ, ഇതെല്ലാം ആദ്യം ഒരു ഗദ്യരൂപത്തിൽ, പിന്നെ പദ്യരൂപത്തിൽ, പിന്നെ ഗദ്യരൂപത്തിൽ, പിന്നെ പദ്യരൂപത്തിൽ, ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരുന്നതിനാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. പല ആളുകളും ഇതിനെ എതിർക്കുന്നവർ എല്ലാ കാലത്തും എതിർക്കും. അതിന് എത്ര വലിയ തെളിവുകൾ കൊണ്ടുവന്നാലും അവരാരും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഒരു വിഷയവുമല്ല. ഓരോ കാലം കഴിയുന്തോറും നബിദിന ആഘോഷങ്ങളും നബിദിനങ്ങളോടുള്ള ഈ ഒരു മാസത്തിലെങ്കിലും ജനങ്ങൾ കാണിക്കുന്ന ആ ഒരു ഹുബ്ബ്, ആ ഒരു സ്നേഹം, അത് വർദ്ധിച്ചു വരികയാണ്. അല്ലാഹു തആല മുത്തുനബിയെ സ്നേഹിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, ഈ മൗലിദ്, പല ആളുകളും ചോദിക്കും, ഉസ്താദെ മൗലിദ് ആരാണ്? നബിതങ്ങളുടെ കാലത്തുണ്ടോ, സ്വഹാബിമാരുടെ കാലത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാനൊന്ന് പറയട്ടെ, മൗലിദ് നബിതങ്ങളുടെ കാലത്തുമുണ്ട്, സ്വഹാബിമാരുടെ കാലത്തുമുണ്ട്, അതിനു മുന്നേയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹാനായ ആദം നബി അലൈഹിസ്സലാം മകനാകുന്ന ഷീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, മോനെ, യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട്, പൊന്നു മോനെ, നീ അള്ളാഹനെ എപ്പോൾ സ്തുതിച്ചാലും, നീ എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ, ഇനി വരാനുള്ള ഒരു പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും നീ പറയണമെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഷീസ് നബിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രത്തിന്റെ കിതാബിൽ കാണാം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാം സുലൈമാൻ നബിക്ക്, ഇങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അടക്കി ഭരിച്ച രാജാവാൻ. മഹാനവറുകൾ യാത്ര ചെയ്യുമ്പോൾ, കാറ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ മക്ക മദീന ഈ പ്രദേശത്തിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഇറങ്ങി മഹാനവറുകളുടെ സ്വന്തം ചിലവിൽ എന്ത് ചെയ്യും, ആടുകളെയും മാടുകളെയും അറുത്തവിടെ ദാനം ചെയ്തിട്ടേ പോകാറുള്ളൂ എന്നാണ്. കാരണം അത് നബിതങ്ങൾ വരാനുള്ള ഒരു നാടാണെന്ന് മഹാനവറുകൾക്ക് അറിയാമായിരുന്നു.
ഇതൊക്കെ ചരിത്രങ്ങളാണ്. നമുക്ക് മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പാവപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, അതുപോലെ സഹോദരങ്ങൾ, നമ്മളൊക്കെ മൗലിദ് ഓതാൻ തയ്യാറായവരാണ്, മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മൗലിദ് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളെ പറ്റിയാണ്. പറയാനുണ്ട്, ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട്. നമുക്ക് സമയം വളരെ കുറവാണ്. അങ്ങനെ വിശദീകരിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ മൗലിദ് ഓതുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഈ മൗലിദിൻ്റെ ഇടയിൽ ഈ പദ്യമുണ്ട്. ഇപ്പോൾ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇതൊക്കെ ആര് പറഞ്ഞു? ഇങ്ങനെ ബൈത്ത് പാടാൻ എവിടെയാ തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരെ പോലെ ഒരു ബുദ്ധിശൂന്യർ വേറെ ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ സ്വഹാബിമാർക്കിടയിൽ 2 സ്വഹാബിമാർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഒന്ന് മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു ആണ്. രണ്ടാമത്തേത് മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇവർക്ക് രണ്ടുപേർക്കും അല്ലാഹുവിൻ്റെ റസൂൽ ചില പ്രത്യേക തരത്തിൽ ഷോളുകൾ ധരിപ്പിച്ചിരുന്നു, മേൽത്തട്ടം ധരിപ്പിച്ചിരുന്നു. ഇവർ രണ്ടുപേരും കവികളാണ്. നബി തങ്ങളെ പറ്റി, അതുപോലെ മറ്റു സ്വഹാബിമാരെ പറ്റി, ഇസ്ലാമിനെ പറ്റി, ദീനിനെ പറ്റിയൊക്കെ പുകഴ്ത്തി ഇവർ ബൈത്തുകൾ പാടുമായിരുന്നു, പദ്യങ്ങൾ പാടുമായിരുന്നു. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം മറ്റൊരു സംശയം. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, മൊയ്ലിയാരെ, മുസ്ലിയാരെ, മൗലവി, അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്തിട്ട് ചോദിക്കും, ഈ ഒരു മാസം റബീഉൽ അവ്വൽ മാസം ഇത് മുത്തറസൂൽ ജനിച്ച മാസമാണ് സമ്മതിച്ചു, പക്ഷേ ഈ മാസം നബിതങ്ങൾ മരണപ്പെട്ട വഫാത്തായ മാസവുമല്ലേ, പിന്നെ എങ്ങനെ സന്തോഷിക്കും? നബിതങ്ങൾ വഫാത്തായ മാസമല്ലേ, പിന്നെ എങ്ങനെ സന്തോഷിക്കും? അള്ളാന്റെ റസൂല് തന്നെയാ പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ മരിച്ചതിന്റെ പേരിൽ മറ്റുള്ളവർ ദുഃഖം ആചരിക്കേണ്ടത് 3 ദിവസം മാത്രമാണ്. 3 ദിവസത്തേക്കാൾ കൂടുതൽ അങ്ങനെ ദുഃഖിച്ചിരിക്കാൻ, സങ്കടപ്പെട്ടിരിക്കാൻ ദീൻ അനുവാദം നൽകുന്നില്ല. പക്ഷേ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയുടെ കാലയളവ് വരെ ഒരു ദുഃഖാചരണം പോലെ കഴിഞ്ഞുകൂടണം. എന്നാൽ ബാക്കി ആരെങ്കിലും മരണപ്പെട്ടതിന് ശേഷം 3 ദിവസത്തേക്കാൾ കൂടുതൽ കരഞ്ഞു പിഴിഞ്ഞിരിക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ അള്ളാന്റെ റസൂല്. ആ റസൂലാകുന്ന സന്തോഷം നമ്മളിലേക്ക് വന്ന മാസമാണ് ഈ റബീഉൽ അവ്വൽ മാസം, അല്ലേ? നബിതങ്ങൾ ജനിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഈ വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. നമ്മൾ മുസ്ലിമായി. അതുപോലെ തന്നെ നമുക്ക് എത്രയോ വലിയ അനുഗ്രഹങ്ങൾ, ലോകത്ത് ഒരുപാട് സമുദായങ്ങളുണ്ട്. ആ സമുദായത്തെക്കാൾ ഏറ്റവും ഉന്നതമായ സമുദായമായി നമുക്ക് മാറാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ ഉള്ളത് കൊണ്ടല്ലേ, നബിതങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ. അപ്പോൾ നബിതങ്ങൾ ആ ജനിച്ച ഈ ഒരു സുന്ദരമായ മാസത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഒരുപാട് സ്വലാത്തുകൾ പറയുന്നു, നബിതങ്ങളെ പറ്റി പറയുന്നു. അപ്പം ചോദിക്കും, മൗലവി, ഈ മാസത്തിലല്ലേ നബിതങ്ങൾ വഫാത്തായത്, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ സന്തോഷിക്കുന്നത്? അവിടെയാണ് ഒരു ഹദീസ് എനിക്ക് ചേർത്ത് വെക്കാനുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണെന്ന് അറിയാം നബിയെ, താങ്കളുടെ ജീവിതം ഞങ്ങൾക്ക് ഖൈറാണെന്നറിയാം. താങ്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയത്. താങ്കളുടെ മരണവും ഞങ്ങൾക്ക് ഖൈറാണോ എന്ന് സ്വഹാബിമാർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതേ സ്വഹാബിമാരെ, ഞാൻ വഫാത്തായി ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു എന്നെ കാണിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്നെ കാണിച്ചു തരും, അള്ളാഹു എനിക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ നന്മ ചെയ്താൽ ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകും. അതുപോലെ തന്നെ നിങ്ങളെങ്ങാനും എന്തെങ്കിലും ഒരു പാപം ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ഞാൻ തേടുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടും. അതായത് നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാൻ മുത്ത് റസൂല് അവിടുത്തെ ഖബറിൽ നിന്നും ആ റൗളാ ഷരീഫിൽ നിന്നും അള്ളാഹിനോട് പറയുമെന്ന്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം അത് സന്തോഷിക്കേണ്ട മാസമാണ്, മുത്ത് റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ മാസമാണ്. വഫാത്തായി എന്ന് പറഞ്ഞ് അവിടെ കരഞ്ഞിരിക്കേണ്ട ഒരു മാസമല്ല. അങ്ങനെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് നൽകിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മൗലിദ് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ്. മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ, മൗലിദ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏത് മൗലിദ് ഓതിയാലും ഈ പറയപ്പെട്ട കൂലി ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ നോക്കാം, മൗലിദ്
മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വസായിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ, മഹാനവറുടെ കിതാബിൽ പറയുന്നു, മൗലിദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ 8 എണ്ണമാണ്. ഒന്നാമത്തേത് കഹ്തിനെ തൊട്ട് അല്ലാഹു തആല കാക്കുമെന്നാൽ എന്ന് പറഞ്ഞാൽ, കഹ്ത് എന്ന് പറഞ്ഞാൽ ജലക്ഷാമം, ജലമില്ലാത്ത കുടിവെള്ളമില്ലാത്ത അവസ്ഥയെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാകും. 2 വബാ, മാറാവ്യാധികളെ തൊട്ട് ഈ മൗലിദ് ഓതുന്ന വീടുണ്ടോ, നാടുണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന് നിത്യമായി സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകളുണ്ടോ, അവിടെ അല്ലാഹു തആല മാറാവ്യാധികൾ കൊടുക്കില്ല. അഥവാ കൊടുത്താൽ തന്നെ അല്ലാഹു തആല അത് ബാധിച്ച ആളുകൾക്ക് വലിയ പ്രതിഫലവും ഓഫർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് വൽ ഹർക്ക്, കത്തി നശിക്കുന്നതിനെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ്. നാലാമത്തേത് വൽ അർഖ്, മുങ്ങി മരണത്തെ തൊട്ട് അല്ലാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ്. അഞ്ചാമത്തേത് വൽ ആഫാത്തി വൽ ബലിയാത്ത്, വലിയ പരീക്ഷണങ്ങൾ, വലിയ രോഗങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവൽ ഉണ്ടാകുന്നതാണ്. ആറാമത്തേത് സിഹർ ഐന്, കണ്ണേറ് സിഹർ, അസൂയെ തൊട്ടുള്ള വലിയ കാവൽ ഉണ്ടാകുന്നതാണ്. ഏഴാമത്തേത് നമ്മുടെ ഖളാഉൽ ഹാജ, നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഈ മൗലിദ് ഓതി ദുആ ചെയ്താൽ അത് വലിയ ഉപകാരമുള്ളതാണ്, വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്. എട്ടാമത്തേത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മൗലിദ് എന്താണെന്ന് പറഞ്ഞു. മൗലിദിനെ വിമർശിക്കുന്ന ചില ജ്ഞാനൂലുകളുണ്ട്, അവർക്കുള്ള മറുപടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൗലിദ് ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൗലിദ് ആണിനും ഓതാം, പെണ്ണിനും ഓതാം, അത് വുളു വേണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ ഈ മൗലിദ് ഓതി 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 അവസാനം മൗലിദേ ശരണം എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ഫർദ് നിസ്കാരമൊന്നും ഇല്ല, അതുപോലെ തന്നെ ഖുർആനോത്തൊന്നുമില്ല, മൗലിദേ മാത്രം. അങ്ങനെയല്ല, നമുക്ക് ഫർദും സുന്നത്തും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ മൗലിദും കൊണ്ടുപോയാൽ ഇൻഷാ അല്ലാഹ് വിജയിക്കാൻ, ജീവിതം വിജയിക്കാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗം വേറെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാ, മൗലിദുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ച ചെറുതായി നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് വിശാലമായിട്ട് പറയാം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. മൗലിദോതി സ്വർഗം കിട്ടുന്ന, അതുപോലെ മൗലിദോതി മുത്ത് റസൂലിന്റെ ആ ഒരു ഹുബ്ബ് കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകളും കൂടി ചൊല്ലുക. മൗലിദ് എന്ന് പറഞ്ഞാൽ സ്വലാത്താണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. കാരണം അല്ലാഹും മലക്കുകളും ഓൾറെഡി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും സ്വലാത്ത് മറന്നു പോകരുത്. മൗലിദിന്റെ സദസ്സിൽ പോയിരിക്കുക, അതൊക്കെ വലിയ റാഹത്താണ്, സന്തോഷമാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റുകൾ പറയുന്നുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ, എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്ത് നബിയെ സ്വപ്നത്തിൽ കാണാനും ഒരുപാട് നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്തുകൾ പറയുവാനും അവസാനം മുത്ത് നബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന ഒരുപാട് ഇൽമുകൾ നിറഞ്ഞ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.